ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോദിക മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് കമ്പനി മോദികെയർ കമ്പനി നൽകിയിട്ടുള്ള മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്തു. അത് അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പോയി വന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളതിലും അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ ലീഡേഴ്സിനും അതുപോലെ തന്നെ ടീം മെമ്പേഴ്സിനും സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റുള്ള എല്ലാ ആളുകൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വലിയൊരു നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു 4 ദിവസത്തെ ട്രിപ്പ് ചുരുക്കി ഒന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാടുണ്ട് കാണിക്കാൻ, പക്ഷേ ഒരൊറ്റൊരു വീഡിയോയിൽ എല്ലാം കൂടി ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അല്പം ലെങ്തിയാണ്. എന്നാലും എന്താ പറയുക, എല്ലാവരും കംപ്ലീറ്റ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്. വിമാനത്തിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല, ഇൻ്റർനാഷണൽ യാത്ര തന്നെ ചെയ്തിട്ടില്ല. അതായത് ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലതവണ ഒരുപക്ഷെ വിദേശത്തേക്ക് ജോലിക്ക് പോകാനൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെട്ടതായിരുന്നു. എനിവേ ഈ ഒരു അവസരത്തിൽ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്ത് വിദേശത്ത് പോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പടച്ചവന് സ്തുതി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സീറ്റ് നമ്പർ കിട്ടി 23A ആയിരുന്നു, വിൻഡോ സീറ്റ് തന്നെ ആയിരുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ വിൻഡോ സീറ്റ് കിട്ടി. അപ്പോൾ നൗഫൽ, അസീബ്, അതുപോലെ തന്നെ സിയാവുൽ, ജലീൽ സാറൊക്കെ കൂടെ ഉണ്ടായിരുന്നു. നൗഫൽ അസീബായിരുന്നു എൻ്റെ തൊട്ട സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നത്. കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു യാത്ര. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ കോഴിക്കോട് നിന്ന് നമ്മൾ ട്രെയിനിനാണ് ബാംഗ്ലൂർ കമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് മലേഷ്യയിലേക്ക് നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഫ്ലൈറ്റ് എടുത്തിട്ടുള്ള കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഫുഡൊക്കെ എത്തി. ആദ്യമായിട്ടാണ് ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ ഒരുപാട് ആളുകൾ, ടീമിലുള്ള ആളുകൾ, അച്ചീവ് ചെയ്ത ആളുകളുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ട്രിപ്പ് പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഒരുപക്ഷെ പല കാരണങ്ങളാൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പല ആളുകളും വീഡിയോസും ഫോട്ടോസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാവാനും, അല്ലെങ്കിൽ ട്രിപ്പൊക്കെ ആഗ്രഹിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് സീരിയസ് ആയിട്ട് എടുക്കാനും, നമ്മുടെ കമ്പനി നൽകുന്ന ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻ്റർനാഷണൽ ട്രിപ്പ് എത്രത്തോളം മികച്ചതാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ മലേഷ്യ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി അവിടെ നമ്മളെ സ്വീകരിക്കാൻ നമ്മുടെ അവിടുത്തെ ഗൈഡുമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തുള്ള മേക്ക് മൈ ട്രിപ്പ് ടീം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ചെറിയൊരു മെട്രോ ഉണ്ട്, അതിലാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അതിൽ കയറിയിട്ട് പുറത്തിറങ്ങിയ ശേഷം നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബസ് റെഡിയാണ്. ഏകദേശം 6 ബാച്ചായിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ബാച്ച് നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ 4 ദിവസം പോയിട്ട് അവർ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് വന്നു. അതിനുശേഷമാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ബാച്ചായിട്ട് ഏകദേശം 1700ഓളം ആളുകൾ കമ്പനിയുടെ ഭാഗമായിട്ട് ഈ ഒരു മലേഷ്യ ട്രിപ്പ് വിൻ ചെയ്ത് അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മളെ മേക്ക് മൈ ട്രിപ്പ് ടീമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ടീംസ് ആണെന്നുണ്ടെങ്കിലൊക്കെ വളരെ നല്ലൊരു വൈബായിരുന്നു. അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള നമ്മളെ സ്വീകരിക്കാൻ എത്തിയിട്ടുള്ള ഗൈഡും വളരെ അടിപൊളിയായിട്ട് നമ്മളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോയി നല്ല ഒരു എക്സ്പീരിയൻസ് ആക്കി മാറ്റി. അതുപോലെ തന്നെ അവിടെ നമ്മളെ സ്വീകരിക്കാൻ വന്ന സമയത്ത് അവിടെയുള്ള ഗൈഡിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വെൽക്കം പോസ്റ്ററൊക്കെ വാങ്ങിയിട്ട് സിയാവുൽ സാറും അതുപോലെ തന്നെ റസീന മാഡം അവർ നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരാണ് നമ്മൾ സ്വീകരിച്ചത്. അതുപോലെ തന്നെ അവരെ കൂടെ മറ്റുള്ള അവിടുത്തെ ഗൈഡും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മളെ ഓരോ ബസ്സിലും 2 ഗൈഡുമാരുണ്ടാവും കേട്ടോ. ഓരോ ബസ്സിലും ഒരു ഗൈഡും ഉണ്ടാവും. അതുപോലെ തന്നെ മേക്ക് മൈ ട്രിപ്പിൻ്റെ ഒരു ആളും ഉണ്ടാവും. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം പല ആളുകൾക്കും, പല വീട്ടമ്മമാർക്ക് ആണെങ്കിൽ പോലും ഇത് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ബസ് നമ്മുടെ ഹോട്ടലിലേക്കുള്ള കോലാലംപൂരിൽ നമ്മുടെ സൺവേ പുത്ര ഹോട്ടലിലാണ് നമുക്ക് സ്റ്റേ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇറങ്ങുകയാണ്. നമ്മളെ ഹോട്ടൽ കാണിക്കാം.
കാരണം ഈ ഒരു ബിസിനസ്സിൽ എന്താ പറയുക, വല്ലാത്തൊരു മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ട്രിപ്പ് എന്നുള്ളത്. അതിന് നമുക്ക് അവസരം ഒരുക്കിയിട്ടുള്ള കമ്പനിക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ലീഡേഴ്സിനും ഈ ഒരു കമ്പനി മാനേജ്മെൻറ്റിനും ഒക്കെ ഈ ഒരു അവസരത്തിൽ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കൂടെ സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ ടീം മെമ്പേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലൈൻ ലീഡേഴ്സിനും ഒക്കെ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു ഹോട്ടലാണ് കമ്പനി നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. സൺവേ പുത്ര ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്. നമ്മുടെ മലേഷ്യയിൽ തന്നെ അറിയപ്പെടുന്നൊരു ഹോട്ടൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ കയറിയിട്ട് നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ലിഫ്റ്റുകൾ ഒരുപാടെണ്ണം ഉണ്ട്. ഏതെങ്കിലും ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഏതാണോ ഫ്രീ ഉള്ളത് ആ ഒരു ലിഫ്റ്റ് നമ്മളെ തേടി എത്തുന്നുണ്ടാവും. 9ാമത്തെ നിലയിലാണ് നമുക്ക് മെയിൻ ലോബി അതുപോലെ തന്നെ റിസപ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് താഴെയുള്ള ഫ്ലോറിലൊക്കെ നമ്മുടെ മാളുകളും മറ്റുള്ള ഷോപ്പുകളൊക്കെ ആയിട്ട് ആണ്. 9ാമത്തെ നിലയിലാണ് നമ്മുടെ റിസപ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നത്. വന്ന ഉടനെ തന്നെ നമ്മൾ ബാഗ് കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് വെച്ചിട്ട് നമ്മുടെ റൂമിൻ്റെ കീ അതുപോലെ തന്നെ ഫുഡ്, രാവിലത്തെ ഭക്ഷണം ഒക്കെ അവിടെ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കീ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പിന്നീട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്താം. ഫുഡൊന്നും ഒരു രക്ഷയില്ല. പല വിധത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് തന്നെയാണ്, എന്നാലും പല രീതിയിൽ അല്ലെങ്കിൽ പല ടേസ്റ്റിൽ പല വിഭവങ്ങൾ, നമ്മളൊന്നും ടെസ്റ്റ് ചെയ്യാത്ത പോലും പല വിഭവങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇതാണ് നമ്മുടെ ആ ഒരു ഹോട്ടലിൻ്റെ ഫുഡ് ഏരിയ വരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ഷോപ്പും കൂടെ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ബാഗും അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുള്ളത് 14ാമത്തെ ഫ്ലോറിലായിരുന്നു. ഏകദേശം 34ഓളം നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതിൽ 14ാമത്തെ നിലയിലാണ് എനിക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനും എൻ്റെ അപ്ലൈൻ ലീഡർ ജലീൽ സാറും, കൊണ്ടോട്ടിയിൽ നിന്നുള്ള ജലീൽ സാറും ഒരു റൂമിലായിരുന്നു. എൻ്റെ ബിസിനസ് പാർട്ണർ, എൻ്റെ ഡൗൺലൈൻ, എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സിയോൽ സാറാണ് റൂമിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത റൂം തന്നെ ആയിരുന്നു. 1435 ആയിരുന്നു ഞങ്ങൾ റൂം നമ്പർ. ആ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യാണ്. വളരെ വിശാലമായിട്ടുള്ള സൗകര്യത്തോട് കൂടിയിട്ട് 2 ബെഡും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും, ഒരു റൂമിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആ ഒരു റൂമിലുണ്ടായിരുന്നു. അതുപോലത്തെ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്തുള്ള കാഴ്ചയാണ്. പെട്രോണാസ് ടിൻ ടവർ അടക്കം അതുപോലെ തന്നെ കേൽ ടവർ അടക്കം ഒരുപാട് ടവറുകൾ നമുക്ക് അവിടുന്ന് കാണാനും അമ്പരച്ചുംബികളായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് കാണാനും ഒക്കെ നമ്മുടെ ഈ ഒരു റൂമിൻ്റെ ആ ഒരു വിൻഡോയിലൂടെ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അവിടുന്ന് ഫസ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോയിട്ടുള്ളൊരു പ്ലേസാണിത്. കിങ് പാലസ് ആണ്. വളരെ എന്താ പറയുക, മലേഷ്യയിൽ അറിയപ്പെടുന്ന ഒരു പാലസ് തന്നെയാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല, ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോന്നിട്ടുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് വരുന്ന യാത്രാ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഹോട്ടലാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ബസ്സിൽ നിന്നുള്ള വ്യൂ ആണ് സൺവേ പുത്ര ഹോട്ടൽ. അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ മറ്റൊരു സ്ഥലം സന്ദർശിക്കാൻ പോയിട്ടുള്ളത്. അവിടെ ചെന്ന സമയത്ത് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എന്നാലും വീഡിയോസും ഫോട്ടോസും ഒന്നും കുറച്ചിട്ടില്ല. എവിടെ നോക്കിയാലും ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതുതന്നെയാണ് മലേഷ്യൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും. ഒരുപാട് വിശദമായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല, എന്നാലും അറിയുന്ന രീതിയിലൊക്കെ പറയാവുന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് കാഴ്ചകൾ തന്നെ കാണാൻ ധാരാളം ഉണ്ടാവും.
യാത്ര വളരെ സുഖകരമായിരുന്നു. ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം AC റൂം, അതുപോലെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാലും AC ബസ്, പുഷ് ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ KL ടവർ എന്നറിയപ്പെടുന്ന ആ ഒരു ടവർ. കോലാലംപൂർ ടവറാണ്. അവിടുന്ന് നമ്മൾ നേരെ പിന്നെ പോകുന്നത് നമ്മുടെ മലേഷ്യയിലെ പ്രശസ്തമായിട്ടുള്ള ടിൻ ടവർ, പെട്രോണാസ് ടവർ എന്നറിയപ്പെടുന്ന ടിൻ ടവർ സന്ദർശിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു അത്ഭുത എന്താ പറയുക പ്രതിഭാസം തന്നെ ആണ് ടിൻ ടവർ എന്നറിയപ്പെടുന്നത്. അവിടെയും കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചു. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിരുന്നു ഒരു പെട്രോണാസ് ടവറുമായിട്ട് ബന്ധപ്പെട്ട്. അവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളും വളരെ അതിഗംഭീരമായിട്ടുള്ള സ്ട്രക്ചറിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഓരോ ബിൽഡിങ്ങുകൾ. ഹോട്ടൽ വ്യൂ ആണ്. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ ബസ് റെഡിയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന ബാറ്റു കേവ് എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. ഒരു മലക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ മുകളിലേക്ക് കയറാൻ ഒരുപാട് സ്റ്റെപ്പുകളുള്ള ഒരു ഏരിയ കൂടിയാണ്. പ്രാവുകൾ ഒരുപാടുണ്ട്. ഒരുപാട് ആളുകൾ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുക കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. അടുത്ത കാഴ്ചകളും അതുപോലെ തന്നെ വളരെ മനോഹരമാണ്. വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, സമയ പരിമിതി മൂലം മുകളിലേക്ക് കയറാൻ വേണ്ടി സാധിച്ചില്ല. അവിടുന്ന് ജസ്റ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് ചില്ലാക്കിയിട്ട് പോന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ ആദ്യം നമ്മുടെ ബാറ്റു കേവ് സന്ദർശിച്ചു. അതിനുശേഷം മലേഷ്യയിൽ പ്രസിദ്ധമായിട്ടുള്ള ജെൻറ്റിങ് ഹൈലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് ആ ഒരു കുന്നിൻ താഴെ നിന്ന് തന്നെ നമുക്ക് അവിടുന്ന് അതിന് മുകളിലേക്ക് കയറാൻ കേബിൾ കാറാണുള്ളത്. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ ആ ഒരു കുന്നിന് മുകളിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മുടെ ഈ ഒരു ജെൻറ്റിങ് ഹൈലാൻഡ് എന്നുള്ള ആ ഒരു മനോഹരമായ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു റൈഡൊക്കെ എന്താ പറയുക, ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അതിന് മുകളിലിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ മലേഷ്യൻ്റെ ഭൂരിഭാഗം ഏരിയകളും കാണുന്ന രീതിയിൽ തന്നെ നല്ലൊരു കാഴ്ച സുന്ദരമായിരുന്നു. നല്ല രീതിയിൽ കോട മൂടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബിൽഡിങ്ങുകൾ ആ ഒരു കുന്നിന് മുകളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ഏരിയയിലെത്തുകയാണ്. ജെൻറ്റിങ് ഹൈലാൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. ജെൻറ്റിങ് ഹൈലാൻഡ് പാർക്കിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെന്ന് കയറുന്നത് തന്നെ വലിയൊരു മാളിലേക്കാണ്. ആ ഒരു മാളിൽ ഒരുപാട് ഷോപ്പുകളും ഹോട്ടലുകളും അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത് സൺവേപുത്ര ഹോട്ടലിലാണെന്നുണ്ടെങ്കിലും അവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റുള്ള സമയങ്ങളിലൊക്കെ പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റിലും ആയിരുന്നു നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത്. എല്ലാം വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ട് വളരെ ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. ഡിന്നറായാലും നമ്മുടെ ലഞ്ചായാലും എല്ലാം പലപ്പോഴും മറ്റുള്ള ഹോട്ടലുകളിൽ നിന്ന് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജെൻറ്റിങ് ഹൈലാൻഡ് സന്ദർശിക്കാൻ വന്ന സമയത്തും ഇവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മുകളിൽ നമ്മൾ വന്ന് ലാൻഡ് ചെയ്തു. അവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമുക്ക് ഈ ഒരു ഇവിടുത്തെ റൈഡും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എല്ലാവരും ഉണ്ട്. നമ്മൾ ഏകദേശം കോഴിക്കോട് നിന്ന് ഏകദേശം 31-32ഓളം ആളുകളുണ്ടായിരുന്നു. മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. മറ്റുള്ള ജില്ലകളല്ല, മറ്റുള്ള ജില്ലകളിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ ആളുകളുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ഒരു കോഴിക്കോട് ടീം ഒരു ബാച്ചായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്.
അവിടെ നമുക്കൊരു ടിക്കറ്റ് പോലെ ഒരു ഇത് കിട്ടിയിരുന്നു. അപ്പോൾ അത് അവിടെ സ്കാൻ ചെയ്യുന്ന സമയത്ത് QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കാം. ഒരു മായാലോകം തന്നെയാണ് ജെൻറ്റിങ് ഹൈലാൻഡ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒട്ടനവധി കാഴ്ചകളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ 4 ദിവസം വളരെ എൻജോയ് ചെയ്തിട്ടായിരുന്നു. അത്രയും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മലേഷ്യൻ ട്രിപ്പ് എന്നുള്ളത്. ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താ പറയുക, മനം നിറഞ്ഞ് ആസ്വദിച്ച ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. റൈഡുകളൊക്കെ കാണുന്ന സമയത്ത് ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് എൻജോയ് ചെയ്തു. അടിപൊളിയായിട്ട് എല്ലാ റൈഡിലും കയറി. മിക്കവാറും റൈഡിലൊക്കെ കയറിയിട്ടുണ്ട്, എന്നാലും ഒരുപാട് ഏരിയകളിൽ നമുക്ക് മിസ്സായിട്ടുണ്ട്. സമയപരിമിതി മൂലം അല്ലെങ്കിൽ നമുക്ക് അറിയാത്തത് കൊണ്ടൊക്കെ ചിലതൊക്കെ മിസ്സായിട്ടുണ്ട്. എന്നാലും മെയിനായിട്ടുള്ള 2-3 റൈഡുകളിൽ ധാരണ പ്രകാരം കയറാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് തന്നെ സന്തോഷമാണ്. മുന്നേ പോയിട്ടുള്ള ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത 2-3 റൈഡൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയറി വലിയ വലിയ ഒരുപാട് റൈഡുകളുണ്ട്. ആളുകൾ താല്പര്യത്തിനനുസരിച്ചിട്ട് ഓരോ റൈഡുകളിലും കയറുന്നുണ്ട്. കാലാവസ്ഥയും അതുപോലെ തന്നെ ഫുഡും ഒക്കെ വളരെ നല്ല രീതിയിൽ ഉള്ളതായതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഈ ഒരു പാറക്കെട്ടിനുള്ളിൽ ഒരു ഗുഹ രൂപത്തിലുള്ള ഒരു സംഭവമാണ്. അതിനുള്ളിലൂടെ കയറിയിട്ട് വേണം ഈ ഒരു റൈഡിൽ, പാറക്കെട്ടിന് മുകളിലൂടെയുള്ള റൈഡിൽ നമുക്ക് പ്രവേശിക്കാൻ. അപ്പോൾ അതിന് ആ ഒരു ഗുഹയിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനൊക്കെ ഓരോ പേരുണ്ട് കേട്ടോ, ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഓരോ റൈഡിനും ഓരോ പേരുണ്ട് ഇവരുടേതായ ഭാഷയിലൊക്കെ. റൈഡിനുള്ളിലൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ ഗുഹൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരും ഒച്ചപ്പാടും ബഹളവുമായിട്ട് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെയൊക്കെ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ആ ഒരു വോയിസ് ഒന്നും അതിൽ കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് കൊടുക്കാത്തതാണ്. അത്രയും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഗുഹയിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങിയിട്ട് നമ്മൾ ആ ഒരു റൈഡുണ്ട്. അതിനുള്ളിലുള്ള ആ ഒരു പാറക്കെട്ടിന് മുകളിലൂടെ ചെറിയൊരു എന്താ പറയുക, ഒരു കാർ റൈഡ് പോലെ ഒരു ഇതിലാണ് നമ്മൾ ആ റൈഡ് ഉണ്ടായിരുന്നത്. ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു, എന്നാലും കുറഞ്ഞ നേരമേ ഉള്ളൂ. പക്ഷേ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങൾക്ക് മുകളിലൂടെ ആ ഒരു കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലൂടെ ആ ഒരു റൈഡ് പോകാമെന്ന് പറഞ്ഞാൽ ഒരു സാഹസികം തന്നെയാണ്. ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ റൈഡ് പോകുന്നുണ്ടാവുക. അതിൽ ഏകദേശം 10-20 ആളുകൾ ഒരുമിച്ച് കയറിയിട്ടാണ് പോവുക. നമുക്ക് കാണാൻ പറ്റും ആ റൈഡിൻ്റെ ഒക്കെ റൈഡുകൾ മുകളിലൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിനുശേഷം ആ റൈഡ് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. മൊബൈൽ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റില്ലായിരുന്നു, കാരണം നമ്മുടെ സേഫ്റ്റി ആയിരുന്നു അവിടെ പ്രധാനം. പറഞ്ഞ പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്നാലും മറ്റൊരു വീഡിയോ കിട്ടിയ സമയത്ത് ഞാൻ അതും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറിയിട്ടുള്ള റൈഡാണ് ഈ ഒരു റൈഡ്. അപ്പോൾ അത്രയും വലിയൊരു സംഭവമാണ്. അതായത് അത്രയും ഒരു ടെൻഷനും എന്താ പറയുക, ബേജാറും പേടിയും ഒക്കെ ഉള്ളൊരു റൈഡാണ്. പക്ഷേ ഒരു വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. അടിപൊളിയാണ്. അതിനുശേഷം മറ്റൊരു റൈഡിൽ കയറാൻ വേണ്ടി പോകാമെന്ന് ആ ഒരു
കാണുന്ന റൈഡിന് മുകളിലൂടെ ഒരു എന്താ പറയുക വിമാന മോഡൽ എന്തെങ്കിൽ പറക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. 4 ആളുകൾ ഒരുമിച്ചിട്ടാണ് ആ ഒരു ഇതിൽ റൈഡിൽ കയറുന്നുണ്ടാവുക. 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുക. ഈ ഒരു രീതിയിലാണ് ആ റൈഡ് പോകുന്നുണ്ടാവുക. അത് നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു വെയിറ്റിങ്ങിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. മറ്റൊരു ടീംസ് ആ ഒരു റൈഡിൽ കയറിയിട്ട് പോവുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയല്ല. കുറഞ്ഞ നേരം ഉള്ളെങ്കിൽ പോലും എന്താ പറയുക വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് റൈഡും കാര്യങ്ങളും കയറിയിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു റൈഡായിരുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു മാളിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്കർ മോദി കെയർ ടീംസിനെ ആയിട്ട് അവിടെ സെപ്പറേറ്റ് നമുക്ക് ഫുഡ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സ്റ്റിക്കർ നമ്മുടെ കയ്യിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ കമ്പനി ഫ്രീ ആയിട്ട് ഈ ഒരു ട്രിപ്പ് തന്നതുകൊണ്ട് തന്നെ നമുക്ക് എയർപോർട്ടിൽ എത്താനുള്ള ചിലവും അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്താനുള്ള ചിലവും മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. കമ്പനിക്ക് വലിയൊരു നന്ദി അറിയിക്കാൻ ഒരു അവസരത്തിൽ. അന്നത്തെ ലഞ്ചാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സും അതുപോലെ തന്നെ മറ്റുള്ള പല ഐറ്റംസും ഉണ്ടായിരുന്നു. കമ്പനി എസും അതുപോലെ തന്നെ മറ്റുള്ള ലീഡേഴ്സൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്, എൻജോയ് ചെയ്തു നല്ല രീതിയിൽ. ജിംഷ മാഡം, ജിതു സാറ്, നമ്മുടെ ടീം, ജലീൽ സാർ, അസീഫ് സാറ്, ശിവൽ സാർ, റസീന മാഡം എല്ലാവരും ഉണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ മറ്റുള്ള റൈഡുകളിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കയറുന്ന സമയത്ത് നമ്മളവിടെ സ്കാൻ ചെയ്തിട്ട് മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം മറ്റൊരു വിർച്വൽ ലോകത്തേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ള രീതിയിൽ ഒരു 3D 5D ആനിമേഷൻ മോഡൽ ഒരു സംഭവമായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ എനിക്കൊരു ഐഡിയ ഇല്ല. അവരവിടുന്ന് വിശദമാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എന്താ പറയുക പ്ലാനറ്റോറിയം മോഡൽ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഏലിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്തൊക്കെയൊരു സംഭവമാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് മറ്റൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആ ഒരു ഫീല് നമുക്കതിലൂടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് യൂട്യൂബിൽ നിന്ന് തപ്പി പിടിച്ചെടുത്തതാണ്. കാരണം ആ ഒരു ഇത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ അത് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കംപ്ലീറ്റ് കാണാം. ഓക്കെ. കണ്ട ആളുകൾക്കും അതെങ്ങനെ വിവരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനെക്കുറിച്ചുള്ളൊരു ജസ്റ്റ് ഒരു വിശദീകരണമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഷോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു സീറ്റ് ഉണ്ട്. 3 റോ ആയിട്ട് സീറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഇരിക്കേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് താഴെ ഒരു ബോക്സ് ഉണ്ട്, അതിൽ നിക്ഷേപിക്കുക. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഷോ കാണാമെന്നുള്ളതാണ്. കാണുന്ന സമയത്ത് നമ്മുടെ സീറ്റ് ജെർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നമുക്ക് അവിടെ കണ്ട കാഴ്ച ജസ്റ്റ് വേറൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് വേറൊരു വീഡിയോ യൂട്യൂബിൽ നോക്കിയപ്പോൾ കിട്ടിയൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. ഈ ഒരു സംഭവമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതൊരിക്കലും ഒരു വീഡിയോ കാണുന്ന ലാഘവത്തോടു കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടാവില്ല. നമ്മളവിടെ ആ ഒരു സീറ്റിൽ ഇരുന്നിട്ട് നമുക്കവിടെ പ്രത്യേക സീറ്റുണ്ട്, ആ ഒരു സീറ്റ് ഉയർന്നു വന്നിട്ട് അത് ഇളകുന്നൊക്കെ ഉണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീലാണ്, ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഓരോ മൂവിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൽ സഞ്ചരിക്കുന്ന പോലെ ആ ഒരു ഫീലിൽ നമ്മൾ ഈ ഒരു വാഹനത്തിൽ മറ്റു സഞ്ചരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ സഞ്ചരിക്കുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങുകളുടെയും അതുപോലെ തന്നെയുള്ള ആ ഒരു സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഭാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന ആ ഒരു ഫീലോട് കൂടിയിട്ട് നമ്മളിത് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു കറക്റ്റ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിൽ കയറേണ്ട വേണം. വീഡിയോ കണ്ടതുകൊണ്ട് എത്രത്തോളം സാധിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ആ ഒരു ഫീല് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ നമ്മൾ കയറി ഇരിക്കുന്നേ വേണം. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ടായിരുന്നത്. ഭയങ്കര അടിപൊളി ഒരു റൈഡായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തിയാണ്. ഞാൻ ജസ്റ്റ് കുറഞ്ഞ ഭാഗമേ ആഡ് ചെയ്യുന്നുള്ളൂ, ബാക്കി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ മലേഷ്യ ഇൻഡിപെൻഡൻസ് ഡേ റൈഡ് എന്നുള്ള രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ അസീബേ, എങ്ങനെയുണ്ട് പ്രോഗ്രാം? എങ്ങനെയുണ്ട് ജസ്റ്റ് സ്വറമാടോ മുംതാസ? എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയുണ്ട് നുസ്രത എങ്ങനെയുണ്ട് നമ്മളെ ഈ റൈഡ്, ഇപ്പോഴത്തെ റൈഡ്? സൂപ്പർ അല്ലേ നൗഫല? ഓക്കെ വീഡിയോ അല്ലേ? ഞാൻ അതല്ലേ പറഞ്ഞത്. സൂറ മേഡം എങ്ങനെ ഉണ്ടായിരുന്നു? വിവേക് എങ്ങനെയുണ്ട്? എന്തുണ്ട് നഷ്ടപ്പെട്ടവർക്ക് മീറ്റിംഗ് കയറാൻ സമയമില്ലാത്തവർക്ക്? ജിതേഷ് ഭായ് ഓക്കെ, താങ്ക് യു. റസീന ഹാരിസ്, ഹൗ യു ഫീൽ? വൺസ് അഗൈൻ ഒന്നുകൂടി കയറിയാലോ? ആ റൈഡ് മാത്രം പോരെന്ന്? ഓക്കെ, താങ്ക് യു. അപ്പോൾ ആ ഒരു റൈഡ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് നമുക്ക് എൻട്രൻസും എക്സിറ്റും മാത്രമേ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ത്രില്ലിലാണ്. എന്താ പറയുക, നമ്മളെ അതിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം നമുക്ക് ഭൂമി അതിന്റെ സംഭവങ്ങൾ ഉണ്ടല്ലേ? അതെ, പ്ലാനറ്റോറിയം. യെസ്. ഓക്കെ, അതിനെ പറ്റി നമ്മളെ സംഭവത്തിനെ പറ്റി ഒന്ന് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം. അതിലുള്ള സംഭവം 5D നമ്മൾ കണ്ട സംഭവങ്ങൾ, അതിന്റെ ഒരു ആവിഷ്കാരം. ഓക്കെ, ഇതാണ് ESD എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. മൊത്തം സെറ്റ്. ഇതൊരിക്കലും മിസ് ചെയ്യരുത്. ESD എക്സ്ചേഞ്ച് മലേഷ്യ വരുന്ന ആളുകളുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു. അതിനുശേഷം നമ്മൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റി കാണാനുള്ള പരിപാടിയായിരുന്നു. ചെറിയ ഷോപ്പുകളും ടീ ഷോപ്പുകളും അതുപോലെ തന്നെ ചെറിയ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സ്റ്റൈലിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. നോക്കുന്ന സമയത്ത് മുകളിലൂടെ നമ്മൾ ആ റൈഡുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല എന്താ പറയുക, കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആൾറെഡി പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു റൈഡുകളൊക്കെ കയറാൻ പേടിയുള്ള ആളുകൾക്കൊക്കെ കയറാൻ പറ്റിയിട്ടുള്ള, ഒരു പക്ഷേ ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ടായിട്ടുള്ള റൈഡുകളൊക്കെ താഴെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് റൈഡുകളൊക്കെ നമുക്ക് മിസ്സിങ് ആണ്. ഇതിൽ കയറണം, എങ്ങനെ കയറണം എന്നുള്ളൊക്കെ ഒരു ആശയക്കുഴപ്പമുള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. എന്നാലും കയറിയതൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ ആളുകളൊക്കെ ഇവിടെ പുറത്ത് വേറൊരു റൈഡും കൂടെ ഉണ്ട്, അത് കാണിക്കാം.
മുകളിലൂടെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മറ്റൊരു റൈഡും കൂടെ ഉണ്ട്, സൂപ്പറാണ്. ഒന്ന് കറങ്ങി എന്താ പറയുക, ഒന്ന് കറങ്ങി തിരിഞ്ഞ് മൊത്തത്തിലൊന്ന് ചില്ലായിട്ട് പോവാം. അപ്പോൾ നമ്മൾ അവിടുത്തെ ഈ ഒരു ജെൻഡിങ് ഹൈലാൻഡത്തെ അത്യാവശ്യം റൈഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. ഇനി അവിടുന്ന് പോകാനുള്ള പരിപാടിയിലാണ്. ഏകദേശം നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇറങ്ങുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മുടെ സൗമ്യ മാഡം, വിവേക് സാറാണ്. ഒരു ഫാമിലി ആയിട്ടാണ് ഈ ഒരു ബിസിനസ് അവസരം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ ഇന്ന് മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ചു. വീണ്ടും നമുക്ക് പോകാനുള്ളത് ഈ ഒരു കേബിൾ കാറിൽ കയറിയിട്ട് തന്നെയാണ് താഴോട്ട് പോകാനുള്ളത്. നമ്മൾ ഈ ഒരു കേബിൾ കാറിൽ തന്നെയാണ് ഈ ഒരു ജെൻഡിങ് ഹൈലാൻഡിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നേരെ താഴോട്ട് പോകാൻ ഈ ഒരു കാറിനാണുള്ളത്. മറ്റു ഓപ്ഷൻ ഉണ്ട്, അവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ പോകുന്ന സമയത്ത് ഒരുപാട് നടക്കാനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ തന്നെ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ രണ്ടാമത് കയറാനുള്ള പരിപാടിയിലാണ്. ആദ്യം പേടിച്ച് നിന്ന ആളുകളൊക്കെ പിന്നീട് ആവേശത്തോടു കൂടി കയറുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. അത്യാവശ്യം ഇതിലും ഭീതിപ്പെടുത്തുന്ന റൈഡുകളൊക്കെ കയറിയതുകൊണ്ട് തന്നെ ഇനി ഇതിൽ കയറാൻ അത്ര പേടിയില്ലല്ലോ എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യം പഠിച്ചു നിൽക്കും, പിന്നീട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഉള്ളായിരുന്നോ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. മാറി നിന്ന് നോക്കുന്ന സമയത്ത് വലിയൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കാര്യങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കാനും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ. അപ്പോൾ അത്തരത്തിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ റൈഡ്. അപ്പോൾ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞു. നമ്മൾ ബസ്സിന് നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി റൂമിലേക്കുള്ള പോക്കാണ്. സൺവേ പുത്ര ഹോട്ടൽ അടിപൊളി ഹോട്ടലാട്ടോ, ഒന്നും പറയാനില്ല. അവിടെ താഴെ നിലയിൽ ഷോപ്പുകൾ, ഒരു മാളായിട്ട് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു വന്നു. റിങ്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ പണവുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യൻ റുപ്പിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 23 രൂപ റേഞ്ചാണ് വരുന്നത്. അങ്ങനെ അവിടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് വീണ്ടും നമ്മൾ റൂമിലേക്കുള്ള ലിഫ്റ്റ് കയറാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ശേഷം രാവിലെ നമ്മൾ വീണ്ടും മറ്റൊരു പ്ലേസ്, അതായത് നമ്മുടെ സൺവേ ലഗൂൺ വാട്ടർ തീം പാർക്കിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഒരുപാട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ രസമായിരുന്നു. അപ്പോൾ ബസ് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഈ ഒരു സൺവേ ലഗൂണിലേക്കുള്ള ആ ഒരു വരിയായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. സൺവേ ലഗൂൺ റിസോർട്ട്, അതുപോലെ തന്നെ വാട്ടർ തീം പാർക്കൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ അന്നത്തെ ലഞ്ചിനുള്ള ഫുഡ് കൂപ്പൺ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 30 രൂപ എന്നുള്ള രീതിയിലാണ്, അതായത് 5 റിങ്കറ്റിൻ്റെ 6 കൂപ്പണായിട്ട് ഏകദേശം 30 റിങ്കറ്റോളം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിലൊരു ബാൻഡ് കിട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു തീം പാർക്കിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ടാവുക. നമ്മുടെ ലോക്കർ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. എസ്കലേറ്റർ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എൻ്റെ റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതും മറ്റൊരു മായ ലോകം തന്നെയാണ് സൺവേ ലഗൂൺ വാട്ടർ തീം പാർക്ക് എന്നുള്ളത്. സൺവേ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ചെന്ന ഉടനെ നമ്മൾ അവിടെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അതുപോലെ തന്നെ ഒരു വൈൽഡ് ലൈഫ് ഹോസ്പിറ്റൽ ഉണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു സൂ, കുറച്ച് പക്ഷികളും മൃഗങ്ങളൊക്കെ ആയിട്ട്
അതും എക്സ്പീരിയൻസ് ചെയ്തു. ഒരുപാട് തമാശകൾ കലർന്ന അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു. അതിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് സിംഹം, പുലി, കടുവ അങ്ങനെ കുറേ ആളുകൾ, കരടി ഒക്കെ അടക്കം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെ ഫ്രണ്ട്സ് സിയാൽ സാർ അതുപോലെ തന്നെ അസീഫ് സാറൊക്കെ അവരോടൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്താടാ അവിടെ കിടക്കുന്നത്, എണീറ്റ് വാടാ, അനക്കും തന്നെ പേടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അതൊക്കെ ഇവരോടൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പോയതാണ്. പോയി ചെന്ന് പെട്ടത് നല്ലൊരു വെള്ളക്കടുവൻ്റെ മുന്നിലാണ്. ആ ഒരു വെള്ളക്കടുവനോടും ഇതുപോലെ തന്നെ എന്തടാന്നൊക്കെ ചോദിച്ചങ്ങ് ചെന്നതാണ്. അതിൽ ആ ഒരു കടുവ ഈ ആരടാന്നും ചോദിച്ചിട്ട് എണീറ്റ് വരുന്നൊരു രംഗമൊക്കെ ഉണ്ട്, കാണാൻ വേണ്ടി പറ്റും. രസകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ധൈര്യം സംഭരിച്ചിട്ട് അല്ലെങ്കിൽ ആവേശത്തോട് കൂടിയിട്ട് കയറി ചെന്നതാണ് കടുവൻ്റെ അടുത്തേക്ക്. കടുവ നല്ലൊരു കൊട്ട് കൊട്ടിയിട്ടുണ്ട്. അതോടെ അവനെ ഓടിയിട്ടുമുണ്ട്. അടുത്ത ആൾ വരുന്നുണ്ട്. യെസ്, ശേഷം മറ്റൊരു റൈഡിലേക്കാണ്. റൈഡല്ല, നമ്മുടെ അവിടെ ഒരു എന്താ പറയുക തൂക്കുപാലമുണ്ട്. ആ ഒരു തൂക്കുപാലത്തിലേക്കാണ്. സൺവേ യൂണിവേഴ്സിറ്റി, സൺവേ മെഡിക്കൽ സെൻറ്റർ, അങ്ങനെ ഒട്ടനവധി സൺവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളും ഒക്കെ കാണാൻ പറ്റി. പ്രശസ്തമായിട്ടുള്ള ഒരു പൂളാണ്, ലാർജസ്റ്റ് സർഫ് പൂള്. ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർമ്മാണപരമായിട്ട് ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരു പൂള് കൂടിയാണ്. ശേഷം നമ്മൾ അവിടെ മറ്റൊരു റൈഡിൽ കയറി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റൊരു ചെറിയൊരു 3-day ഷോക്ക് പോവാണ്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെയുള്ള എന്തൊക്കെയോ സംഭവങ്ങളാണെന്നാണ് തോന്നുന്നത്. കുറച്ച് നേരം ഉണ്ടായിരുന്നു, ജസ്റ്റ് വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോയതല്ല, റൈഡുകളിൽ കയറാൻ വേണ്ടി പോയി. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ പ്രത്യേകിച്ച് മോദി കേരള ആയതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾ ഈ ഒരു ട്രിപ്പ് വന്നു പങ്കെടുത്തു, എക്സ്പീരിയൻസ് ചെയ്തു, എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു റൈഡിനൊപ്പം നമ്മളെ നാഗ്പൂരിൽ നിന്നുള്ള ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. അവരെ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്നുള്ള രീതിയിൽ ഇന്ന് ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു
അമ്മയും മകളെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു റൈഡ് കയറാൻ ഒരുപക്ഷെ ഇത്രയും പ്രായത്തിൽ പോലും അവർ തയ്യാറായെങ്കിൽ അത് മോദി കെയറിൻ്റെ ആ ഒരു കമ്പനിയിലുള്ള വിശ്വാസം, പ്രൊഡക്റ്റുകളുടെ ഉപയോഗം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നും ഇത്രയും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നത്. പിന്നീട് ഫുള്ള് വെള്ളത്തിലുള്ള കളികളായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു സ്പേസ് കിട്ടിയപ്പം ചെറിയൊരു മീറ്റിംഗ് കൂടിയിട്ടുള്ളതാണ്. സോറ മാഡത്തിൻ്റെ ഹസ്ബൻഡ് ബഷീർ കയുമായിട്ട് ജസ്റ്റ് ഒന്ന് ഇരുന്നതാണ്. ദെൻ പൂളിലിറങ്ങി എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. മറ്റുള്ള ആളുകളൊക്കെ പല ഏരിയകളിലാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മളെ ടീം മെമ്പേഴ്സിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റി. എല്ലാവരും നല്ല ചില്ല് ചെയ്തു. ഒരുപാട് ആളുകൾ ആ ഒരു സമയത്ത് മറ്റുള്ള റൈഡുകളിലും മറ്റുമൊക്കെ ആയിട്ട് അവിടെ തന്നെ ഉണ്ട്. ചെറിയൊരു ടീമായിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞതാണ്. പൂളിൽ നിന്ന് കയറിയ ശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 30 റിങ്കറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 4 ആൾ ഒരുമിച്ച് ഒരു ബ്രോസ്റ്റ് ഓർഡർ ചെയ്തു, ബ്രോസ്റ്റും ജ്യൂസും ഓർഡർ ചെയ്തു. അത് ഏകദേശം 120 റിങ്കറ്റിൻ്റെ അടുത്ത്, ഏകദേശം ഒരു 2500-3000 രൂപ അടുത്ത് 4 ആൾക്ക് ഫുഡിനായിട്ടുണ്ട് അവിടുത്തെ റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് കേട്ടോ. ശേഷം അവിടെ നിന്ന് പോകുന്നു. നമ്മളെ രാത്രി ലീഡർഷിപ്പ് കോൺഫറൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഒരുപാട് ആളുകൾ, പുതിയ ബ്രാൻഡ് ന്യൂ ടൈറ്റിലുകളടക്കം GPDDs ഒരുപാട് ആളുകൾ ആ ഒരു സ്റ്റേജിൽ കയറുകയും വളരെ നല്ല രീതിയിലുള്ള അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയുണ്ടായി. जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे अरे होते नहीं तेरे के साथ पासा भी के काम तेरे हम है पूरे दिल के साथ दिल के साथ दिल के साथ അന്നത്തെ രാത്രി അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ നമ്മൾ വീണ്ടും ഇറങ്ങാണ്. 4ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യാനുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യാണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് ഇതൊക്കെ. കണ്ടമാനം വീഡിയോ ചെയ്യാനുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇനിയും ഒരുപാട് ഐറ്റംസുകളുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എത്ര ഐറ്റംസ്, 200ഓളം ഐറ്റംസ് നമുക്ക് കഴിക്കാനുണ്ടായിരുന്നു. എന്താ പറയുക, എങ്ങോട്ട് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നറിയാത്ത പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഒന്ന് വെച്ചായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂമിൽ നിന്ന് നമ്മുടെ ബാഗ് ട്രോളിയൊക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണ്. റൂമിനോട് വിട പറയുകയാണ്. 4 ദിവസത്തെ സുഖകരമായ ആ ഒരു ലൈഫിനോട് വിട പറയാൻ പോവാണ്. സത്യം പറഞ്ഞാൽ സങ്കടമായിരുന്നു എല്ലാവർക്കും അവിടെ നിന്ന് പോരുക എന്നുള്ളത്. തലേ ദിവസം നമ്മൾ പ്രവാസികളൊക്കെ ഉണ്ടല്ലോ, ഗൾഫ് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നാട്ടിൽ നിന്ന് ഒരു പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിൽ അതുപോലുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. അവിടെ നിന്ന് പോരുകയാണെന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബാഗും ട്രോളിയൊക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിക്കാനുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് കയറാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിറ്റി വിസിറ്റ് പർച്ചേസ് കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങുകയാണ്. നമ്മുടെ ബസ് റെഡിയാണ്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ പെട്ടിയും ബാഗൊക്കെ എടുത്ത് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ.
ഉൾക്കൊള്ളാനാവുന്നില്ല. ഇത്രയും 4 ദിവസത്തോളം നല്ലൊരു ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്ത് മറ്റുള്ള കാര്യങ്ങളോ ടെൻഷനോ ഒന്നും അറിയാതെ തന്നെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോകാമെന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും രസമായിരുന്നു. അപ്പോൾ അത് ഇന്നത്തോട് കൂടിയിട്ട് തീരുമാനമാവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് അകത്തേക്ക് പ്രവേശനമുണ്ട്. പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു സ്റ്റിക്കർ അവർ ഒട്ടിക്കുന്നുണ്ടാവും. ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറുന്നുണ്ടാവുക. അതുപോലെ തന്നെ അകത്ത് കയറിയ സമയത്താണ് മനസ്സിലായത് അകത്ത് ക്യാമറ പെർമിറ്റഡ് അല്ല. അപ്പോൾ നമ്മൾ ആദ്യം കയറി ജസ്റ്റ് കുറച്ച് വീഡിയോസ് എടുത്ത സമയത്തുള്ളൊരു വീഡിയോ ആണ്. കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് പീസുകൾ അവർ നൽകുന്നുണ്ട്. പിന്നീട് ആണ് അവർ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ പിന്നെ ഓഫാക്കി. ഏതായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചോക്ലേറ്റുകൾ. അതുപോലെ തന്നെ ബസ്സിൽ നമ്മുടെ ജിന്നി സാർ ASM ജിന്നി സാറിൻ്റെ പാട്ട് ഒക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ള ഒരുപാട് ആളുകളൊക്കെ പാട്ട് ഒക്കെ തകർത്താടിയിട്ടുണ്ട്. നമ്മൾ യാത്രയിൽ ഉള്ള ഓരോ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ അവർ സ്പെഷ്യൽ ചക്ക പോലെയുള്ളൊരു സാധനം, ചക്ക തന്നെയാണെന്ന് തോന്നിയിട്ട് പേര് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ആ ഒരു മാതൃകയിൽ തന്നെ, ചക്കൻ്റെ മാതൃകയിൽ തന്നെ അവിടെ കുറേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പർച്ചേസിങ്ങിനുള്ള മാളിൽ എത്തിയിട്ടുണ്ട്. ബെർജായ ടൈം സ്ക്വയർ എന്നുള്ള കോലാലംപൂരിലുള്ള ഒരു വലിയൊരു മാളിലാണ് നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. കുറേ ആളുകളൊക്കെ പർച്ചേസ് ചെയ്തു. അത്യാവശ്യം കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ മാളിനകത്തും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, ഇനിയും ഒരുപാട് ലെങ്തി ആവും. ഏകദേശം ഇതെന്നെ ഏകദേശം 50 മിനിറ്റിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ വീണ്ടും മലേഷ്യ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂരിലേക്കുള്ള ആ ഒരു ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്. ഏകദേശം രാത്രി 12 മണിയോടെ അടുത്താണ് നമ്മൾ ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. 11:45 12 മണിയോടെ എടുത്തിട്ടുണ്ട്. 11-ാം തീയതി രാത്രി. ശേഷം അവിടുന്ന് നമ്മൾ ബാംഗ്ലൂരിൽ അവിടെ റൂം എടുത്തു. പിറ്റേന്ന് 13-ാം തീയതി ആണ് നമ്മൾ നാട്ടിലെത്തുന്നത്. 12-ാം തീയതി രാത്രിയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിന്. അങ്ങനെ 13-ാം തീയതി രാവിലെ നാട്ടിലെത്തി. ഒരുപാട് സന്തോഷം ഈ ഒരു ട്രിപ്പിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ടീമിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് പല രീതിയിൽ സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സ്വപ്നങ്ങളിലെ ഒന്ന് മാത്രമാണ് നമ്മുടെ ഈ ഒരു വിദേശ യാത്രകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ എല്ലാവർക്കും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിനുള്ളൊരു ഉദാഹരണം കൂടിയാണ് എന്നെ പോലെയുള്ള ഒരാൾ ഈ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് അച്ചീവ് ചെയ്തു അത് ആസ്വദിച്ച് വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പരമാവധി വീഡിയോ കമൻറ്റ് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.